കോഴിക്കോട് മൂഴിക്കലിലെ പ്രമുഖ വ്യവസായ കുടുംബത്തിന്റെ വീടിനുള്ളിൽ 16 വയസ്സുകാരി നസ്രീനയും ബന്ധുവായ അദിനാനും മരിച്ച സംഭവത്തിൽ ദുരൂഹതകളുടെ ചുരുളഴിയുന്നു. അദിനാൻ നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം ആസൂത്രിതമായ മറ്റൊരു കൊലപാതകം കൂടി അവിടെ നടന്നോ എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. തുടക്കത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം നസ്രീനയെ ബോധരഹിതയായി കണ്ടെത്തിയപ്പോൾ വീട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ അദിനാനാണെന്ന് തിരിച്ചറിഞ്ഞ ചിലർ ഇയാളെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായും വിവരമുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്ന സമയത്ത് പോലീസിനെ അറിയിക്കുന്നതിന് പകരം എന്തിന് നിയമം കയ്യിലെടുത്തു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നസ്രീന കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ ആരെങ്കിലും പ്രകോപിതരായി അദിനാനെ വകവരുത്തിയതാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ബോധപൂർവം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീട്ടിൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണ്. വീടിന്റെ കിഴക്കേ അറ്റത്തുള്ള കിണറ്റിൽ നിന്നും നസ്രീനയുടെയും അദിനാന്റെയും ഉൾപ്പെടെ 3 മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തതാണ് കേസിൽ വൻ വഴിത്തിരിവായത്. അദിനാൻ തൂങ്ങി മരിച്ച മുറിയിൽ നിന്ന് നോക്കിയാൽ കിണറ്റിലേക്ക് ഫോൺ എറിയാൻ സാധിക്കില്ലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച ശേഷം ഒരാൾക്ക് എങ്ങനെ ഫോൺ കിണറ്റിലെറിയാൻ കഴിയും? നസ്രീനയുടെ മരണശേഷം ആ ഫോണുകൾ കിണറ്റിലിട്ടത് മറ്റാരോ ആണെന്ന് വ്യക്തം. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ച ഈ അദൃശ്യകരം ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷകർ. വിഷു ആഘോഷത്തിന്റെ മറവിൽ പടക്കം പൊട്ടിക്കുന്ന ബഹളത്തിനിടയിലാണ് അദിനാൻ അടുക്കള വാതിലിലൂടെ അകത്തുകയറിയത്. കൃത്യം നടത്തുന്നതിനായി 10 മണിക്കൂറോളം ഇയാൾ വീടിനുള്ളിൽ ഒളിച്ചിരുന്നു എന്നാണ് CCTV ദൃശ്യങ്ങൾ നൽകുന്ന സൂചന. നസ്രീനയുടെ മരണത്തിന് ശേഷം അദിനാൻ തന്റെ സുഹൃത്തിനയച്ച സന്ദേശങ്ങളും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. നസ്രീനയുടെ ഫോൺ ഉപയോഗിച്ചാണ് അദിനാൻ സുഹൃത്തിന് സന്ദേശം അയച്ചത്. ഞാൻ പോകുന്നു, ഇനി പണം തരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സന്ദേശം ആത്മഹത്യയിലേക്ക് വിരൽ ചൂണ്ടാൻ ബോധപൂർവം നിർമ്മിച്ചതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അദിനാന്റെ കൈവശം മറ്റൊരു ഫോൺ ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് നസ്രീനയുടെ ഫോൺ ഇതിനായി തിരഞ്ഞെടുത്തത് എന്നതും ദുരൂഹമാണ്. ഇത് ദൃശ്യ മോഡൽ തെളിവ് നിർമ്മിതിയാക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ നസ്രീന കൈകാര്യം ചെയ്യുന്നതിനുള്ള വിരോധമാണോ കൊലപാതകത്തിന് കാരണമെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര തർക്കങ്ങളും വൈരാഗ്യവും ഈ ഇരട്ട മരണത്തിന് പിന്നിലുണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. സംഭവം നടന്ന ദിവസം വീട്ടിലുണ്ടായിരുന്നവരുടെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. നസ്രീനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്നവർ അദിനാന്റെ സാന്നിധ്യം മറച്ചുവെച്ചോ എന്നും പരിശോധിക്കുന്നുണ്ട്. അദിനാന്റെ ശരീരത്തിലെ പരിക്കുകൾ ആത്മഹത്യയുടേത് മാത്രമാണോ അതോ മർദ്ദനമേറ്റതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി വിശകലനം ചെയ്യും. അദിനാന്റെ ഫോൺ നേരത്തെ ബന്ധുക്കൾ തല്ലി തകർത്തിരുന്നതായും പിന്നീട് ഇത് നന്നാക്കി നൽകിയതായും വിവരമുണ്ട്. സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ ഇയാൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടിരുന്നോ എന്നും അന്വേഷിക്കുന്നു. ഇത്രയും വലിയൊരു മണിമാളികയിൽ 2 മരണങ്ങൾ നടന്നിട്ടും പുറം ലോകം വൈകി മാത്രം അറിഞ്ഞത് എന്തിനാണെന്ന് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. കിണറ്റിൽ നിന്ന് ലഭിച്ച ഫോണുകൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഫോണിലെ ഡിലീറ്റ് ചെയ്യപ്പെട്ട സന്ദേശങ്ങളും കോൾ ലിസ്റ്റും വീണ്ടെടുക്കുന്നതോടെ മരണത്തിന് തൊട്ടു മുൻപ് അവിടെ നടന്നത് എന്താണെന്ന് വ്യക്തമാകും. സംഭവസ്ഥലത്ത് കൂടുതൽ പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പിക്കാൻ വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മൂഴിക്കലിലെ ആ വീടിനുള്ളിൽ നടന്നത് കേവലം ഒരു കൊലപാതകവും ആത്മഹത്യയുമല്ല, മറിച്ച് പകയുടെയും പ്രതികാരത്തിന്റെയും കഥയാണോ എന്നാണ് നാടുറ്റുനോക്കുന്നത്. പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം സത്യം പുറത്തുകൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വരും ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളെയും അദിനാന്റെ സുഹൃത്തുക്കളെയും വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് നിഗമനം. മൂഴിക്കലിലെ മണിമാളികയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഓരോന്നായി അഴിയുകയാണ്.